ഹായ് ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷമൊക്കെ? ഇന്ന് നമുക്കേ ഒരു ചീസ് കേക്ക് നോക്കിയാലോ? ഒരു ക്ലാസിക് ചീസ് കേക്കാണ് നോക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഓർക്കുമ്പോൾ ചീസ് കേക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ലെന്നേ. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും തന്നെ ഇല്ല. നോക്കിക്കോണേ. മുട്ടയുണ്ട്, ക്രീമുണ്ട്, പിന്നെ വൈറ്റ് ക്രീം ചീസുണ്ട്, പിന്നെ മൈദയുണ്ട്, പഞ്ചസാരയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്. ഇത്രയേ സാധനമുള്ളൂ. പിന്നെ നമുക്കൊരു ബീറ്ററും വേണം. അത് ഈ സാധനം ഇല്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല. കൈകൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്യാവുന്നുള്ളൂ. ചെറിയ ബീറ്റർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മിക്സിക്കകത്ത് ഇട്ടാലും കുഴപ്പമില്ല. ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗ്ഗിനെ നമ്മൾ യോക്കും വൈറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ ബീറ്ററിനകത്തോട്ട് വൈറ്റ് ഇടുക. വൈറ്റ് ഇട്ടതിന് ശേഷം ഒരുമാതിരി ഒന്ന് വൃത്തിക്ക് നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം. ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ എഗ് വൈറ്റും പഞ്ചസാരയും നന്നായിട്ട് തന്നെ അതിനകത്ത് മിക്സ് ആവണം, നല്ലപോലെ ബ്ലെൻഡ് ആവണം. കുറച്ചൊരു ഫ്ലഫി ആയിട്ട് വന്നു കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ചേർക്കാൻ പറ്റും. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് അത്ര സോഫ്റ്റ്നെസ് കാണത്തില്ല. പിന്നെ വേറെ കാര്യം പറയട്ടെ, നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ചേർത്തതിൻ്റെ പുറകെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ ചേർക്കാം. മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ ഓൺ ആക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. 1, 2 അങ്ങനെ പതുക്കെ ഇടാവുള്ളൂ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ പൊടി തെറിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി തെറിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് ബീറ്റ് ചെയ്യുന്നവരും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നവരും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ക്രീമാണ് അതിലേക്ക് ചേർത്തത്. ക്രീം ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈ ക്രീമും ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 1, 2 എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഉള്ളു ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും തെറിക്കും കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രീം ചീസാണ്. വൈറ്റ് ക്രീം ചീസാണ്. ക്രീം ചീസ് നമ്മൾ എടുത്തിരിക്കുന്ന 1 കിലോ ഉണ്ട് കേട്ടോ. ആ ക്രീം ചീസ് ഇതിലേക്ക് ചേർക്കുക. ഇതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരുവന്നേ. അപ്പം ക്രീം ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മിക്സ് വരുവേ. നന്നായിട്ട് ബ്ലെൻഡ് ആവട്ടെ. നമുക്കൊരു 10 മിനിറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ട്രേ എടുക്കണം. ട്രേ എടുത്തിട്ട്, ഞാനിവിടെ ഗ്ലാസ് ട്രേ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ടിന്ന് വേണേൽ എടുക്കാം, ബട്ടർ പേപ്പർ വേണേൽ ഇടാം. പക്ഷേ അതിനകത്ത് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓവനിലോട്ട് പോകുമ്പോൾ നമ്മൾ 200 വെച്ചാണല്ലോ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമ്മൾ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഓവനിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 30 to 35, 40 മിനിറ്റ്സ് മതി കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ നമുക്ക്. നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് പൊങ്ങി വന്നത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കേട്ടോ. ഈ ചീസ് കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ പൊട്ടും. അപ്പം അതതിൻ്റെ ഒരു ശരിക്കും പാകമായി നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ ചേർത്തെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ചീസിൻ്റെ കേക്ക് പൊട്ടുന്നത് കേട്ടോ. മേളുവശവും ചില കേക്കൊക്കെ പൊട്ടും, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? നല്ല രസമുണ്ടല്ലേ? അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണല്ലോ, കണ്ടില്ലേ? ഈ വീഡിയോ ആണ്, അധികം നീളവും ഇല്ല. നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ലതാണോ എന്ന്. ഭയങ്കര ടേസ്റ്റുണ്ട് കേട്ടോ. ഒത്തിരി മധുരമൊന്നുമില്ല.
ഇച്ചിരി കൂടെ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി വേണേൽ ചേർക്കാം കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റ്. എല്ലാം ട്രൈ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.